അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് എന്താണെന്ന് അറിയാമോ? ഇന്ന് ഒരു മീൻ സ്പെഷ്യൽ മേടിച്ചിട്ടാണ്. വിളമീൻ മേടിച്ച്, പിന്നെ രണ്ട് മൂന്ന് പൊടിമീനൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉപ്പ് പുരട്ടി വെച്ചേച്ച് അത് വറുക്കാൻ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അത് വറുത്തെടുത്തു. പിന്നെ പച്ചക്ക, ഏത്തക്ക പച്ചക്ക ചെമ്മീനിട്ട് ഉലത്തിയതാണ് ഒരു കറി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ മീൻ കിട്ടിയേക്കണത് എന്താണെന്ന് അറിയാമോ? വിളമീൻ എന്ന് പറയട്ടെ. ഞാൻ ആദ്യമായിട്ട് മേടിക്കണതാണ്. എപ്പോഴും എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വിളമീനെന്ന്. അപ്പോൾ ഒരു വിളമീൻ ഞാൻ എടുത്തിട്ടാ. വില ഇത്തിരി കൂടുതലാണ്, 350 രൂപ എന്താണ്ടും ഉണ്ട്. ഒരു 100 അങ്ങനെ ഏതാണ്ടും ഉണ്ടായി മീൻ. അങ്ങനെ മേടിച്ച് അവിടെ നിന്ന് തന്നെ നന്നാക്കി മുറിച്ച് മേടിച്ച്. അപ്പോൾ ഇതാണ് വിളമീൻ്റെ പീസുകൾ. ഞാനപ്പോൾ അരമണിക്കൂർ ഇത് ഉപ്പിട്ട വെള്ളത്തിലിട്ടേച്ചിട്ടാ 1-2 തവണ കഴുകിയിട്ട്. ഇത്രയും പീസുകളുണ്ട്. നല്ല ടേസ്റ്റുള്ള മീനാണെന്ന് കേട്ടു. അറിയില്ല, ഞാൻ കൂട്ടിയിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല. പക്ഷേ മേടിക്കണത് ആദ്യമായിട്ടാണ് വിളമീൻ. ഇനി നന്നായിട്ട് കഴുകണം. ഒന്നുകൂടി കഴുകിയിട്ട് ഞാൻ വിനാഗിരിയിട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇടും, ഒരു 10 മിനിറ്റോളം. ഇതിപ്പോൾ അരമണിക്കൂർ ഉപ്പിട്ട വെള്ളത്തിൽ ഞാൻ ഇട്ടിരുന്നിട്ടാ. എന്നിട്ട് 2 തവണ കഴുകിയിട്ട് ഉപ്പിട്ട വെള്ളത്തിലിട്ട് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ കഴുകി നീറ്റാക്കണതാണ്. ഇനി കഴുകി നീറ്റാക്കിയതിന് ശേഷം ഞാനൊന്ന് വിനാഗിരിയിട്ട വെള്ളത്തിലിടും 10 മിനിറ്റ്. എന്നിട്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി കഴുകിയെടുക്കും. എന്താണ് വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതാണ് കേട്ടോ വിളമീൻ. ഒരു 100 ഉണ്ട്. പകുതിയെ ഞാൻ കറി വെക്കുന്നുള്ളൂ, പകുതി മാറ്റി വെക്കും പിന്നീട് ഒരിക്കൽ കറി വെക്കാൻ വേണ്ടി. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലിൻ്റെ പച്ചക്കറി എന്താണെന്നാ? കായാണ്. ഇത്തിരി ചെമ്മീൻ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനും കായും കൂടി ഉലത്താൻ പോണേണ്. അപ്പോൾ ഒരു 1/2 കിലോ കായ ഉണ്ട് കേട്ടോ. ഏത്തക്ക റെഡിയാക്കാൻ പോണേണ്. അപ്പോൾ ഇവിടെ പച്ചക്ക ഒരു ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ. പക്ഷേ ചെമ്മീനില്ലാതെ ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഇപ്പം ചെമ്മീൻ വേണം, അല്ലെങ്കിൽ വല്ല പരിപ്പിട്ട അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ചിലർ പറയണത് പച്ചക്കയുടെ തൊലി കളയരുതെന്നാണ് പറയണത്. അത് ഗുണമാണെന്നൊക്കെയാണ് പറയണത്. അറിയാൻ പാടില്ല. മുഴുവനും കളഞ്ഞില്ലെങ്കിലും കുറേ ഭാഗം കളയും ഞാൻ. അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? ഇന്ന് വിളമീൻ മേടിച്ചിട്ടാണ്. വിളമീൻ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നതാണ് വിളമീൻ. അപ്പോൾ 1 കിലോത്തിലധികം ഉണ്ടായിരുന്നു. എല്ലാവരും പറയണ കേൾക്കാൻ ടേസ്റ്റുള്ള മീനാണെന്ന്. അറിയില്ല, ആദ്യമായിട്ട് വെക്കാൻ പോവാണ്. ഇന്നത് വിളമീൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ കായും ചെമ്മീനും കൂടി ഇട്ട് വെക്കണ ഒരു കറിയാണ്. പിന്നെ ഇത്തിരി പൊടിമീനുണ്ട് കേട്ടോ. ഉപ്പ് പുരട്ടിയൊക്കെ ഞാൻ ഇന്നലെ വെച്ചതാണ്. അത് 2-3 വറുത്തെടുക്കണം. പറ്റിക്കൽസ് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ പച്ചക്കറി സ്പെഷ്യൽ കായാണ് കേട്ടോ. അല്പം ചെമ്മീനിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 5-6 ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം.
അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കായ നോക്കാട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു. കായ വെന്തിട്ടുണ്ട്, ഇത്ര മതി. നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒരു കറി റെഡി ആയിട്ടോ, കായും ചെമ്മീനും കൂടി ഉലത്തിയത്. അപ്പോഴേ നമുക്ക് ഇന്നത്തെ സ്പെഷ്യലിന് 2-3 മീനുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ പിടിച്ച മീനാണ്. ഇന്നലെ ഒരു മണങ്ങും കുട്ടനാണ്ടൊക്കെ കൂടി ഉണ്ടായിരുന്നു. ഞാനത് വറുക്കാൻ പുരട്ടി വെച്ചിട്ടാ. ഒരു 3-4 എണ്ണം മാലാനൊക്കെ ഉണ്ട് ഇതിൽ. ഇനി ഒരു 3 കഷ്ണം മീനാണ്. അതൊരു കുട്ടനാധാരണ വലിയൊരു മീനുണ്ടായിരുന്നു. അപ്പോൾ അത് 3ആക്കി നുറുക്കിയതാണ്. ഇത്ര മതി ഞങ്ങൾക്ക്. മുരിയട്ടെ. അപ്പോൾ നമ്മുടെ പൊടിമീനൊക്കെ മൊരിഞ്ഞട്ടോ, ഞാൻ മറിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് വെള്ളമീൻ റെഡിയാക്കാം കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാനിട്ടുണ്ട്. നമുക്കല്പം ഉലുവ പൊട്ടിക്കാം. ഇതിലേക്ക് ഇനി ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ മീനാണ് കേട്ടോ എടുക്കുന്നത്. 1/2 കിലോ മീനിൻ്റെ കഷ്ണം എടുത്തേക്കണത്. ചുമന്നുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പുളി ഞാൻ ചൂടുവെള്ളത്തിൽ 1/2 മണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ചിരുന്നു. ആ വെള്ളമാണ് നമ്മൾ കറക്കിയെടുക്കുന്നത്, പുളിയും വെള്ളവും കൂടി. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടി ഇപ്പോൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം 4-5 നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. പൊടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുളിവെള്ളമാണ്. പുളി 1/2 മണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് ചൂടുവെള്ളത്തിൽ. അപ്പോൾ ആ വെള്ളവും പുളിയും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം. തിളക്കട്ടെ. അപ്പം നമ്മുടെ ചാറ് തിളച്ചാൽ നോക്കാം. ചാറ് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ. അതങ്ങനെ ഇട്ട് കൊടുക്കാം.
ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ച് റെഡിയാവട്ടെ. അപ്പം നോക്കാം. അപ്പം നമുക്ക് കറി ഒന്ന് നോക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ വെച്ചിട്ട്. കറി നെയ്യൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ. അപ്പം നമുക്ക് കറി നോക്കാം കേട്ടോ. കറി ഒരു 15 മിനിറ്റ് അധികം ഞാനിപ്പോൾ മൂടി വെച്ചിരുന്നു. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെളമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴിക്കാം. അപ്പോൾ വെളമീൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കണേ. കഴിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റുള്ള മീനാണെന്ന് കേട്ടു. ഏതായാലും അരികിൽ തന്നെ ഇടണം, ചോറിൻ്റെ അരിയിലിടാം. ഒരു പീസ് എടുത്തിട്ട്. അപ്പോൾ ചാറ് ചിലപ്പോൾ ഇതൊന്നുകൂടി കുറുകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചാറ് വേണമല്ലോ, എങ്കിൽ വറുത്തത് അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ ഒരു ചെറുതെടുക്കാം. പിന്നെ ഇത് കായാട്ടാ, ചെമ്മീനിട്ട്. എല്ലാവരും ചോദിക്കണത് എന്താണ് ചെമ്മീനല്ല. ഞങ്ങൾ ചെമ്മീനിട്ട് കെട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കോട്ടാ ചെമ്മീനിട്ട് അങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ ചെമ്മീനില്ലാതെ കറി കൂട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് പച്ചക്കറിയൊക്കെ. പച്ചക്കറിക്ക് മാത്രം കേട്ടോ. പച്ചക്ക, അച്ചിങ്ങ, വീച്ചിങ്ങയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മെഴുക്ക് പുരട്ടിക്ക് ചെമ്മീനിടാറുണ്ട്. ഇത്തിരി ഇടുകയുള്ളൂ, ഒരു 5-6 ഇടുകയുള്ളൂ ഒരു ടേസ്റ്റിന്. അത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇട്ട് പഠിച്ചു പോയി. അത് തന്നെ കാര്യം. അപ്പോൾ കഴിക്കാം. ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉലുവയൊക്കെ ചേർത്തക്കണമുണ്ട്. മീനിൻ്റെ മാംസം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് മാംസത്തിന്. പക്ഷേ ഇത് ഒന്നും കൂടി പുളിയൊക്കെ പിടിക്കണമെന്ന് തോന്നുന്നു, ഇരുന്ന് പിടിക്കണമെന്ന് തോന്നുന്നു. നാളത്തേക്ക് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല രസമുണ്ട് മാംസത്തിന്. കായ ചെമ്മീനിട്ടായതുകൊണ്ട് സൂപ്പറാണ്. പിന്നെ എനിക്ക് ഈ കിട്ടിയ മണങ്ങ അതുകൊണ്ടാണ്. പലതരം വ്യഞ്ജനങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ലല്ലോ, പലതരം മീനുകളായിരുന്നു. അപ്പോൾ മീൻ വറുക്കണതിന് കുരുമുളക് പൊടിയാണ് ഞാൻ അധികം എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. വെളമീൻ പുളിയിട്ട് വറ്റിച്ചത്, പിന്നെ കായ ചെമ്മീനും കൂടി മെഴുക്ക് പുരട്ടി, പിന്നെ പൊടിമീൻ വറുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ഇത്തിരി സ്നേഹത്തോടുകൂടി ബായ്.